UAE വധശിക്ഷ നടപ്പാക്കിയവരിൽ 2 മലയാളികൾ ഉൾപ്പെടെ 3 ഇന്ത്യക്കാർ. UP സ്വദേശി ഷഹസാദിക്ക് പുറമെ കണ്ണൂർ സ്വദേശികളായ മുരളീധരൻ, മുഹമ്മദ് റിനാഷ് തുടങ്ങിയവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. കഴിഞ്ഞ ദിവസം ന്യൂസ് ടുഡേ റിപ്പോർട്ട് ചെയ്ത UP സ്വദേശിയായ ഷഹസാദിക്ക് പുറമെ കണ്ണൂർ തയ്യൽ സ്വദേശി പെരിന്തട്ടവളപ്പിൽ മുരളീധരൻ, തലശ്ശേരി നെട്ടൂർ സ്വദേശി അരങ്ങിലോട്ട് തെക്കേപ്പറമ്പിൽ മുഹമ്മദ് റിനാഷ് എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. അല്ലൈനിൽ 2009 മുരളീധരനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. മോഷണ ശ്രമത്തിനിടെ മരിച്ച മൊയ്തീനെ മരുഭൂമിയിൽ കുഴിച്ചിടുകയായിരുന്നു. മൊയ്തീനെ കാണാതായതിനെ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണത്തിനിടെ മൊയ്തീന്റെ ഫോണിൽ മറ്റൊരു സിം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ഫോണിനു പിന്നാലെ നടത്തിയ അന്വേഷണമാണ് മുരളീധരനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. മൊയ്തീന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ഫോൺ മുരളീധരൻ ഉപയോഗിക്കുകയായിരുന്നു. മുരളീധരന്റെ പിതാവിന്റെ പേരിലെടുത്ത സിമ്മാണ് മൊയ്തീന്റെ ഫോണിൽ ഇട്ടിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ സിം കാർഡ് ഉടമയെ തേടിയെത്തിയപ്പോഴാണ് ഫോൺ ഉപയോഗിക്കുന്നത് മുരളീധരനാണെന്ന് മനസ്സിലായത്. 2023 അല്ലൈനിൽ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഹമ്മദ് റിനാഷിന്റെ ശിക്ഷ നടപ്പാക്കിയത്. സ്വദേശി വീട്ടിലെ ഒരംഗവുമായി റിനാഷിനുണ്ടായ പ്രണയം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. റിനാഷിന്റെ മൃതദേഹം അവസാനമായി കാണാൻ ബന്ധുക്കൾ UAEയിലും എത്തിയിരുന്നു. എന്നാൽ വധശിക്ഷ സംബന്ധിച്ച എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഇന്ത്യൻ എംബസി തയ്യാറായിട്ടില്ല. വീട്ടുജോലിക്കിടെ 4.5 മാസം പ്രായമുള്ള ഇന്ത്യൻ ദമ്പതികളുടെ കുഞ്ഞ് മരിച്ച കേസിലായിരുന്നു UP സ്വദേശി ഷഹസാദി ഖാന്റെ വധശിക്ഷ ഫെബ്രുവരി 15 അബുദാബിയിൽ നടപ്പാക്കിയത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. എവറസ്റ്റ് കൊടുമുടി കയറുക എന്നത് അത്യന്തം അപകടം നിറഞ്ഞ ഒന്നാണ്. പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് പ്രധാന വില്ലൻ. ഡെത്ത് സോൺ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് നിരവധി മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എവറസ്റ്റ് കൊടുമുടി കയറുക എന്നത് തന്നെ ഏറെ അപകടങ്ങൾ നിറഞ്ഞ ഒന്നാണ്. അതിന്റെ അങ്ങേയറ്റത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങളും ശാരീരിക ആവശ്യങ്ങളും കാരണം കാര്യമായ അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഉയർന്ന ഉയരം ഓക്സിജന്റെ അളവ് കുറയുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ഹൈപ്പോക്സിയ, ക്ഷീണം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രവചനാതീതമായ കാലാവസ്ഥാ പാറ്റേണുകളും മൊത്തത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമ്പോൾ അതിശൈത്യമായ താപനില മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകും. 8000 മീറ്ററിന് മുകളിലുള്ള ഡെത്ത് സോൺ പ്രത്യേകിച്ച് അപകടകരമാണ്. കാരണം ഇവിടെ സപ്ലിമെന്റൽ ഓക്സിജൻ ഇല്ലാതെ ശരീരത്തിന് ദീർഘനേരം നിൽക്കാൻ കഴിയില്ല. ഇത് ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്ലൈംബിംഗ് ഗിയറിലും ഷെർപ്പകളുടെ പിന്തുണയിലും പുരോഗതി ഉണ്ടായിട്ടും ക്ഷീണം, വീഴ്ച, എക്സ്പോഷർ, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണം മരണങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ തുടരുകയാണ്. കൊടുമുടിക്ക് സമീപമുള്ള റെയിൻബോ വാലി എന്നറിയപ്പെടുന്ന പ്രദേശം പർവ്വതത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്ന പർവ്വതാരോഹകരുടെ മൃതദേഹങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ഘടകങ്ങൾ പർവ്വതത്തിന്റെ ഭീമാകാരമായ വെല്ലുവിളികളോടുള്ള സമഗ്രമായ തയ്യാറെടുപ്പ്, പൊരുത്തപ്പെടൽ, ആദരവ് എന്നിവയുടെ പ്രാധാന്യവും അടിവരയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ജാഗ്രതാ നിർദ്ദേശം. മനുഷ്യരിലോ പഴന്തീനി വവ്വാലുകളിലോ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ ജില്ലകളിൽ കർശന അവബോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് നീക്കം. വവ്വാലുകളുടെ പ്രജനനകാലം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, എറണാകുളം ജില്ലകളിൽ അതിജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. മുൻപ് മനുഷ്യരിലോ പഴന്തീനി വവ്വാലുകളിലോ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ ജില്ലകളാണിവ. പഴന്തീനി വവ്വാലുകളുടെ പ്രജനനകാലമായ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് വൈറസ് വ്യാപനത്തിൽ നിർണായകം. എന്നാൽ ഫെബ്രുവരിയിലും ഈ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രത ശക്തിപ്പെടുത്തുന്നത്. ഇതിനിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വയനാട്ടിലെ മാനന്തവാടി നടത്തിയ പഠനത്തിൽ പഴന്തീനി വവ്വാലുകളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന വൈറസ് രോഗവുമായി എത്തുന്ന ഏത് രോഗിയിലും നിപ്പ സാന്നിധ്യമുണ്ടോ എന്ന പരിശോധനയും നടത്തുന്നുണ്ടെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. സർക്കാർ, സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്നവർക്കെല്ലാം ഇത് ബാധകമാണ്. രോഗമുണ്ടെന്ന് സംശയം തോന്നിയാൽ സാമ്പിൾ എടുത്ത് ആദ്യഘട്ട പരിശോധനയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അയക്കും. ഇവിടെ നിന്ന് കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ പൂനെയിലേക്കും കൊണ്ടുപോകും. ആഗോളതലത്തിലുള്ള പ്രോട്ടോകോളാണ് ഇതിൽ പിന്തുടരുന്നതെന്നും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ക്രിപ്റ്റോപ്സ് പെലിയോറക്സ്
പേരുപോലെ തന്നെ ചില്ലറക്കാരനല്ലാത്ത ഒരു രാജാവിനെ കുറിച്ചാണ് ഇനി. റുമേനിയയിലെ വിചിത്രമായ ഗുഹയിലെ പഴുതാരയാണ് ഈ കഥയിലെ നായകൻ. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശത്ത് നിരവധി ജീവിവർഗങ്ങളുമുണ്ട്. 50 ലക്ഷം വർഷത്തിലേറെയായി സൂര്യപ്രകാശം കടക്കാത്ത ഗുഹയാണ് മൊവൈൽ കേവ്. അപൂർവതകൾ ഒട്ടേറെയുള്ള ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നതാകട്ടെ റുമേനിയയിലെ മൻഗാലിയയിലും. ക്രിപ്റ്റോപ്സ് സ്പെലിയോറക്സ് എന്ന പേരിന്റെ അർത്ഥം ഗുഹയിലെ രാജാവെന്നാണ്. ഈ ഗുഹയിലെ ഭക്ഷണ ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ജീവിയും സ്പെലിയോറക്സ് തന്നെ. 46 മുതൽ 52 മില്ലിമീറ്റർ വരെ നീളമുള്ള ഈ കശേരുക്കളില്ലാത്ത ജീവിയെ 2020 കണ്ടെത്തിയത്. മഞ്ഞ നിറമുള്ള ഈ ജീവി പൊതുവെ കീടങ്ങൾ, ചിലന്തികൾ, മറ്റു ചെറിയ പഴുതാരകൾ എന്നിവയാണ് ഭക്ഷിക്കുന്നത്. അനേക വർഷമായി സൂര്യപ്രകാശം എത്താത്ത ഈ ഗുഹയ്ക്കുള്ളിൽ തന്റെ നീണ്ട ആന്റിന പോലുള്ള ശരീരഭാഗം ഉപയോഗിച്ചാണ് ഈ പഴുതാര ഇരകളെ കണ്ടെത്തുന്നതും തന്റെ ചലനം നടത്തുന്നതും. ഗുഹയ്ക്കുള്ളിൽ സൂര്യപ്രകാശം എത്താത്തതിനാൽ ഇതിൽ സസ്യങ്ങളും കുറവാണ്. അതിനാൽ തന്നെ മീഥെയ്ൻ, സൾഫർ എന്നീ വാതകങ്ങൾ ഓക്സിഡൈസ് ചെയ്ത ബാക്ടീരിയകളാണ് പോഷണങ്ങൾ ഉണ്ടാക്കുന്നത്. കീമോസിന്തസിസ് എന്നീ പ്രക്രിയ അറിയപ്പെടുന്നു. മറ്റുള്ള ജീവികൾ ഈ പോഷണങ്ങൾ ഭക്ഷിക്കുന്നു. ഈ കീടങ്ങളെ ഭക്ഷിക്കുന്നതിലൂടെ ക്രിപ്റ്റോപ്സിലേക്കും ഈ പോഷണങ്ങൾ എത്തും. ഈ ഗുഹയിൽ മാത്രമാണ് ഈ പഴുതാര കാണപ്പെടുന്നത്. പുറത്തൊരിടത്തും ഇതിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഗുഹയിൽ ദുർഘടമായ സാഹചര്യങ്ങളാണെങ്കിലും 57 ജീവിവർഗങ്ങളുമുണ്ട്. ഇതിൽ 37 എണ്ണം ഈ ഗുഹയിൽ മാത്രം കാണപ്പെടുന്നതാണ്. 55 ലക്ഷം വർഷങ്ങളായി ഈ ഗുഹയിൽ ജീവികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പൊതുജനങ്ങൾക്ക് ഈ ഗുഹയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ടിവിയിൽ കാണുന്ന പരസ്യങ്ങൾ പലപ്പോഴും നമ്മെ അലോസരപ്പെടുത്താറുണ്ട്. എന്നാൽ ഇതിനൊരു പോംവഴിയുമുണ്ട്. പരസ്യം വന്നാലുടൻ ആ പരസ്യത്തിന്റെ ബ്രാൻഡ് ഉറക്കെ പറയുക. നിമിഷ നേരത്തിൽ പരസ്യം അപ്രത്യക്ഷമാകും. പരസ്യപ്പെടുത്തുന്ന ബ്രാൻഡിന്റെ പേര് പരസ്യമായി പ്രഖ്യാപിച്ച് പരസ്യങ്ങൾ അവസാനിപ്പിക്കാൻ കാഴ്ചക്കാരെ അനുവദിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് പരസ്യ സംവിധാനത്തിനാണ് സോണി പേറ്റന്റ് നേടിയത്. 2009 ഫയൽ ചെയ്യുകയും 2021 അനുവദിക്കുകയും ചെയ്ത ഈ സാങ്കേതികവിദ്യ പരസ്യത്തിനൊപ്പം കളിക്കാൻ കഴിയുന്ന മിനി ഗെയിമുകൾ പോലുള്ള സംവേദനാത്മക ഘടകങ്ങൾ ഉൾപ്പെടുത്തി പരമ്പരാഗത പരസ്യങ്ങളെ ആകർഷകമായ അനുഭവങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നു. എന്നിരുന്നാലും ഈ പേറ്റന്റ് വ്യാപകമായി നടപ്പിലാക്കിയിട്ടില്ല. വികസനം അല്ലെങ്കിൽ വിന്യാസം സംബന്ധിച്ച് അതിന്റെ നിലവിലെ സ്ഥിതി അനിശ്ചിതത്വത്തിലാണ്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.